ഹരിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹരിക്ക് എന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഹരിയുടെ ഈ ഗ്രാമത്തിൽ എന്റെ കമ്പനി ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. അമ്മ മനസ്സ് വേദനിപ്പിക്കരുത്. കുറച്ചുകൂടി സ്ട്രോങ് ആവണം. എന്ത് കാര്യവും മനസാന്നിധ്യത്തോടെ നേരിടുന്ന അമ്മയാണ് എനിക്കിഷ്ടം. നല്ല ആളാ എന്നെ ഉപദേശിക്കുന്നത്. എന്നിട്ട് ഈ ധൈര്യമൊന്നും സ്വന്തം ജീവിതത്തിൽ കാണിക്കാത്ത എന്താ? കുടുംബജീവിതത്തിലെ ആദർശങ്ങളൊക്കെ പറഞ്ഞു നടക്കാനേ പറ്റൂ. പക്ഷേ സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം വന്ന് വീഴുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. വേറിട്ട കുടുംബത്തിൽ സന്തോഷത്തിന്റെ കായകൾ മുളക്കില്ലെന്ന് നമ്മൾ എവിടെയോ വായിച്ചിട്ടില്ലേ? അത് സത്യമാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമ്മയുടെ നിഴലിൽ ചവിട്ടിയാ ഞാൻ നടക്കുന്ന. ഒരു വേലും ഞാൻ വാടാതെ നിൽക്കുന്നതും അതുകൊണ്ടാ. അമ്മ തളർന്ന അതിനു മുന്നേ ഞാൻ വീണു പോവും. ഹരിയോട് എനിക്കിഷ്ടം തോന്നിയ ദിവസം പൂജിച്ച് വാങ്ങിച്ചതാ ഞാൻ ഈ താലിച്ചരട്. ഇതെന്റെ കഴുത്തിൽ അണിയിക്കേണ്ട ദിവസം ഹരിക്ക് തീരുമാനിക്കാം. അവിടുന്ന് അങ്ങോട്ട് സ്വർഗതുല്യമായൊരു ജീവിതം ഹരിക്ക് ലഭിക്കും.
ഞങ്ങളുടെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുന്ന കൃഷിയിടത്തിന്റെ നെഞ്ചിൽ ചവിട്ടി വന്നവളാ നീ. ആ നിന്നോട് എന്നും ഒരു ശത്രുതയുടെ അകലം മാത്രമേ ഞങ്ങൾക്കുണ്ടാവൂ. പിന്നെ നീ നീട്ടിയ ഈ താലി, ശ്രീരാമചന്ദ്രന്റെ താലിക്ക് അവകാശം സീതാദേവിക്ക് മാത്രമുള്ളതാ. അത് ശൂർപ്പണകയ്ക്കുള്ളതല്ല. പുരാണ കഥ ഓർമ്മയുണ്ടല്ലോ. രാമനെ മോഹിച്ചെത്തിയ ശൂർപ്പണകയ്ക്ക് അംഗഭംഗം വന്ന തിരിച്ചു പോകേണ്ടി വന്നത്. എന്നെ പിന്തുടരാനോ എന്റെ ജീവിതത്തെ അപകടപ്പെടുത്താനോ ശ്രമിച്ചാൽ അതുതന്നെയാവും സംയുക്ത മേനോന്റെയും ഗതി. रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति शायन शतयोजन शतशतयोजन शरधि नियोजन शर परिलङ्घन रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति शायन शतयोजन शतशतयोजन शरधि नियोजन शर परिलङ्घन हरिभाजन हरिभाजन हरिमदभाजन दशमुख कम्पण बड़वाकृत बड़वाकृत बड़बाणलकृत बहुभस्मार्चन जय केतन जय जय केतन जय हय प्रापुन जय मिडदापुगनी रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति चायन शतयोजन शतशतयोजन शरधि नियोजन शर परिलङ्घन हरिभाजन हरिभाजन हरिमदभाजन दशमुख कम्पण बड़वाकृत बड़वाकृत बड़बाणलकृत बहुभस्मार्चन जय केतन जय जय केतन जय हय प्रापुन जय मिडदापुगनी എന്താ മോളെ? ഇത് ഇവിടെ കിടന്ന് കിട്ടിയതാമേ. താലിയാണല്ലോ. എന്തായാലും മോളിത് കയ്യിൽ വെച്ചേക്ക്. നമുക്കിത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കാം. ഇവിടുത്തെ തിരുമേനിയുടെ വിവരവും പറഞ്ഞേക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാലോ. പിടിക്ക്. ശരി അമ്മേ. വാ. അയാൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. ഭഗവാനെ, ശ്രീരാമചന്ദ്ര, അങ്ങേപ്പോലൊരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരു രാക്ഷസ ജന്മത്തിന്റെ കൂടെയാണ് ജീവിക്കേണ്ടി വരുന്നത്. എല്ലാം നേരെയാക്കി തരാൻ എനിക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति शायन शतयोजन शतशतयोजन शरधि नियोजन शर परिलङ्घन रघु
रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति शायन शतयोजन शतशतयोजन शरधिनियोजन शरपरिलङ्घन मे हरिभाजन हरिभाजन हरिमदभाजन दशमुख कम्पण बड़वाकृत बड़वाकृत बड़बाणलकृत बहुभस्मार्चन जय केतन जय जय केतन जय हय प्रापुन जय मिडदापुगने ലക്ഷ്മി, ആ എന്തുണ്ട് വിശേഷം? ഞങ്ങള് സാറയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരുവാ. ബ്രദറിന്റെ മോളുടെ കല്യാണം. ആ, ബ്രൈഡൽ മേക്കപ്പ് സാറെ ഏൽപ്പിക്കാന്ന് കരുതി. അത് നന്നായി. അല്ല, എന്നാ കല്യാണം? 16th ആ, അവിടെ സുജാതയുടെ മരുമോളുടെ ഫോട്ടോ വലുതാക്കി തന്നെ വെച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ കാണാൻ. അതെ, അത് പറയാതിരിക്കാൻ വയ്യ. അവിടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടാലേ ശരിക്കും നിത്യ ഒരു ഫിലിം സ്റ്റാറിനെ പോലെയുണ്ട്. എപ്പോഴും അങ്ങനൊക്കെ തന്നെ നടന്നൂടെ കുട്ടിക്ക്? ഞാൻ സാറയുടെ നിർബന്ധത്തിന് അന്നങ്ങനെ ഇരുന്ന് കൊടുത്തതേ ഉള്ളൂ. എന്റെ രീതികൾ അങ്ങനെയൊന്നുമല്ല. ഈ വേഷം കണ്ടോ? എന്റെ മോളെ ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് ഈ വേഷത്തില്. ഞാൻ സാറയുടെ പാർലറിൽ പോയപ്പോ ഇളയ ബ്രദറിന്റെ മോളുണ്ട്, പിങ്കി. അവള് ഫോട്ടോസ് കണ്ടിട്ട് ഭയങ്കര ത്രില്ലേ. നിത്യ എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവള് ഈ മോഡലിങ്ങിനൊക്കെ കുറച്ച് കമ്പുള്ള കൂട്ടത്തിലാ. അയ്യോ, ഇനി അതൊന്നും പറഞ്ഞ് ആ കുട്ടി എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണ്ട. എന്താ സുജാതെ, നല്ല ചാൻസ് കിട്ടിയ മോളെ പറഞ്ഞയച്ചൂടെ? മോഡലിങ്ങിനൊക്കെ ഇപ്പൊ നല്ല സ്കോപ്പാണല്ലോ. എത്ര പെൺകുട്ടികളാ സ്വന്തം കാലിൽ നിന്ന് നല്ല നിലയിൽ എത്തുന്നേ. എന്താ ജീവ, നിത്യ അങ്ങനെ പറഞ്ഞയക്കാൻ ഉദ്ദേശമുണ്ടോ? ലക്ഷ്മിക്കായിരുന്നല്ലോ, ഇല്ല ചായ സുജാത, കുടിച്ചിട്ട് പോവാം. പിന്നെ ഒരു ദിവസം. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എന്നാ ശരി, വാ. കണ്ണുള്ളവര് കാണും. കുരുടന്മാരെ പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ.
സംയുക്ത ഹരിയേട്ടനോട് പറഞ്ഞു കാണും. പറഞ്ഞു കാണും. ഹരിയേട്ടാ, വളകാപ്പിന് വന്ന എല്ലാവരും ചോദിച്ചത് സംയുക്ത മേഡത്തെ കുറിച്ചാ. ഇത്രയും വലിയ പ്രസന്റ് എനിക്ക് തന്നതല്ലേ, ബന്ധുവാണെന്നൊക്കെ ചോദിച്ചു ചിലരും. അവളുടെ കാര്യം ഇനി ഈ വീട്ടിൽ മിണ്ടി പോരുത്. ഇനി അവളുമായിട്ട് ഒരു ബന്ധം ഈ കുടുംബത്തിലെ ആർക്കും വേണ്ട. ഈ വീട്ടിനകത്ത് അവളെ കയറ്റാനും പാടില്ല. എന്താ കാരണം? കാരണം നീ അറിയണ്ട, ഇതെന്റെ തീരുമാനമോ. എനിക്ക് കാരണം അറിഞ്ഞേ പറ്റൂ. അറിയണോ? നിനക്ക് കാരണം അറിയണോ? അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണോ? അവൾക്ക് എന്നോട് പ്രണയമാണെന്ന്. എന്റെ മുന്നിൽ അവള് വന്നത് അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടേണ്ട താലിയുമായിട്ടാണ്. വേറൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആ അർത്ഥത്തിൽ കാണേണ്ടവള് ഞാൻ എന്താ വിളിക്കേണ്ടത്? പറയേണ്ടതൊക്കെ അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നടന്നാ നല്ലതല്ലെന്ന് ഞാനും കരുതി. പിരിയുമ്പോ ഞാൻ കാരണം ജീവിതം നശിച്ചു പോയ ഒരാളാണെന്ന് ഹരിയേട്ടനെ കുറിച്ച് വേറെ ആരും പറയുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. എനിക്ക് ഹരിയേട്ടനെ ഉപദേശിക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അറിയാം. ഈ കാലത്ത് ഇങ്ങനെ ഒരു കാര്യം ഹരിയേട്ടനെ തേടി വരുന്നത് ഭാഗ്യമായിട്ട് വേണം കരുതാൻ. എന്തായാലും എന്റെ ഭർത്താവിനെയല്ലോ സംയുക്ത മേഡം മോഹിച്ചത്. എന്റെ ആരും അല്ലാത്ത ഒരാളെയല്ലേ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും.